ഹായ് എവരിവൺ, എല്ലാവർക്കും ഹൈടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ജില്ലയിലാണ്. തമിഴ്നാട് ജില്ലയിൽ നമ്മളിപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പോൾ നമ്മൾ വന്ന റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ തെന്മല ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ സുന്ദരപാണ്ഡ്യപുരം റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സീൻ മഴയായിരുന്നു. ഇത്ര നേരം വരെ നമ്മൾ കേരള ബോർഡർ ക്രോസ് ചെയ്യുന്നത് വരെ നല്ല സീനായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരപാണ്ഡ്യപുരത്തിലോട്ടാണ്. അവിടെ നമ്മളെ സൂര്യകാന്തി പൂവൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. നമ്മൾ കേരള ബോർഡർ ക്രോസ് ചെയ്യുന്നവരെ നല്ല മഴയാണ്. ഞാൻ കണ്ടില്ല, ഞാൻ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട്, സവാനുണ്ട്. നമ്മൾ രണ്ടുപേരായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് സുന്ദരപാണ്ഡ്യപുരത്തിലോട്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഈ റൂട്ടാണ് വന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള റൂട്ടാണ്. കേരള നിന്ന് നേരെ തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് കടന്നു പറഞ്ഞ റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. അച്ചൻകോവിൽ, മധുര, ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സുന്ദരപാണ്ഡ്യപുരം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ അങ്ങോട്ട് പോകാം. അവിടെ പോയുള്ള കാഴ്ചകളൊക്കെ കാണാം. അവിടെ നമുക്ക് സൂര്യകാന്തി പാടം, അതേപോലെ തന്നെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് അറിഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. നിങ്ങളെല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ കാറ്റാടിപ്പാടൊക്കെ കാണാൻ കാറ്റാടിയും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വില്ലേജ് ഏരിയയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു വില്ലേജ് ഏരിയയിൽ പോകുന്ന അതേ ഒരു പ്രതീതിയാണ് നമ്മളിപ്പോൾ ഈ റൂട്ട് പോകുമ്പോൾ. അത്യാവശ്യം കണ്ടില്ലേ, തെങ്ങും തോപ്പ് അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളതിങ്ങനെ കണ്ടിട്ട് ഓടി. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബ്ലോക്കൊന്നും ഇല്ലാത്ത നല്ല ഒരു അടിപൊളിയായിട്ടുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഒന്നും വെക്കാത്തത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് തീർച്ചയായും വെക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കണ്ടില്ലേ ഹെൽമെറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും വരേണ്ട ഒരു സംഭവമാണ്. നമുക്ക് അതേപോലെ തന്നെ നമ്മൾ പോകുന്ന റൂട്ട് മൊത്തം നമുക്ക് കാറ്റാടി ഉണ്ടല്ലോ, കാറ്റാടി പാടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇങ്ങനെ പോകുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് സുന്ദരപാണ്ഡ്യപുരം എത്താൻ വേണ്ടി. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണാം. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് സൂര്യകാന്തിയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഗായ്സ്, എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് കാറ്റാടി. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ പോകുന്ന റൂട്ട് മൊത്തമായിട്ട് നമുക്ക് ഇതേപോലെയുള്ള കാറ്റാടികൾ കാണാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട്, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, അതിലേറ്റായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ, വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. അത്യാവശ്യം നമുക്ക് പതുക്കെ നമ്മൾ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റോഡാണ്. ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടം തേടി വന്ന് നമ്മളിപ്പോൾ സൂര്യകാന്തി പാടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് സൂര്യകാന്തി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്, മുട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് ഇങ്ങനെ നേരെ പോകുമ്പോൾ നമുക്ക് പോയി കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മളെ ഇവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഒരു തെങ്ങിൻ തോപ്പിനകത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ പോയി നമുക്ക് സൺഫ്ലവർ ഫീൽഡ് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ നടന്ന് നമ്മളിപ്പോൾ സൂര്യകാന്തി നിൽക്കുന്ന സ്പോട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന എന്നൊക്കെ പറയുന്നത് ഇതൊന്ന് പയറും അതേപോലെ തന്നെ ഇപ്പറായിട്ട് കാണുന്ന ഉള്ളിയാണ്. ഇത് നമ്മളെ ചെറിയ ഉള്ളിയുടെ കൃഷിയാണ്. കണ്ടില്ലേ, ഇത് ഫുള്ള് കാണുന്നത്. അപ്പോൾ മലയാളികളായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. പത്തനംതിട്ട, കൊട്ടാരക്കര, അതേപോലെ കൊല്ലം, അവിടെ നിന്ന് എല്ലാ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് 25 രൂപ ഒരാൾക്ക് കൊടുത്താൽ മാത്രമേ അവർ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അത് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കും. നമ്മൾ ഒരാൾക്ക് 25 രൂപ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല രീതിയിലുള്ള കാറ്റെല്ലാം അടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഇത് എൻ്റെ പറയുന്നത് കാണുന്നത് കത്തിരിക്കയാണ്. കത്തിരിക്ക കൃഷിയാണ്. അപ്പോൾ ഗായ്സ് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ പാടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇതെല്ലാം ഉള്ളിയാണ്. കണ്ടില്ലേ, നമ്മൾ ചെറിയ ഉള്ളി, അതേപോലെ തന്നെ പയർ, അതേപോലെ വന്നിട്ട് കത്തിരിക്കയുടെ കൃഷിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ ഇപ്പം അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. കണ്ടില്ലേ,
അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സൂര്യകാന്തി പാടത്തിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് കണ്ടില്ലേ, നമ്മൾ താണ്ട ഇപ്പോൾ ഭാഗത്ത് എത്തിയിരിക്കണം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള കുളമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, കുളമല്ല, ഇത് വന്നിട്ട് കിണറാണ്. പമ്പ് സെറ്റ് മോട്ടർ പമ്പ് ചെയ്ത് ഇവിടെ കൃഷി ആവശ്യത്തിനൊക്കെ എടുക്കുന്ന ഇതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം നല്ല ഇതിനകത്ത് നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ സൂര്യകാന്തി പാടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കണ്ടില്ലേ, അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് സീസൺ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. അവിടെ എല്ലാ ആൾക്കാരുണ്ട്. കണ്ടില്ലേ, എല്ലാം മലയാളികളാണ്. എല്ലാവരും കേരളത്തിൽ നിന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളിപ്പോൾ സൂര്യകാന്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇതാണ്. കണ്ടില്ലേ, ഞാൻ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സീനറിയാണ്. കണ്ടില്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് നിൽക്കുകയാണ്. തൊപ്പിയൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട്. അതേപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് നമുക്ക് മയിലിനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇഷ്ടംപോലെ മയിലുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ മയിലിനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഒരു സമയം നോക്കി ഇവിടെ വരിക. സീനായിട്ടുള്ള സ്പോട്ടാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലത്തുള്ള സംഭവമൊക്കെ കാണണം. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതേപോലെ സൂര്യകാന്തി പാടത്ത് വന്ന് ഇതൊക്കെ കാണണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം വരാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സാധിച്ചില്ല. സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഈ സംഭവം. അപ്പോൾ ഇപ്പോൾ സീസണാണ്. എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് സൂര്യകാന്തിയാണ് ഇവിടെ മൊത്തം. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇത് ഫുള്ള് വരുന്ന റൂട്ടിൽ നിങ്ങൾ ചോദിച്ച് വന്നാൽ മതി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു തരും. കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ വരിക. 2-3 സ്പോട്ടിലൊക്കെ കുറച്ച് മാത്രമേ സൂര്യകാന്തി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങ് ഉള്ളിലോട്ട് വരുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സൂര്യകാന്തി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം ഒന്ന് അന്വേഷിച്ച് ക്ലിയർ ചെയ്തിട്ട് വരിക. അപ്പോൾ ഞാൻ പോയി ഫോട്ടോയും റീൽസൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഫുള്ള് സൂര്യകാന്തിയാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ചെറിയ മുട്ടായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ വലിപ്പമുള്ളതാണ്. തണ്ട ഇതൊക്കെ എന്ന് പറയുന്നത് വിരിഞ്ഞ് ഫുള്ള് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ എടുത്താണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഫോട്ടോയും റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ കിടിലം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അതെല്ലാം കണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.